മർദ്ദനം നേരിട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കണ്ടതൊന്നുമല്ല, അതിലും കൂടുതൽ അവിടെ നടന്നിട്ടുണ്ടോ എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത്? അങ്ങനെ തന്നെയാണ്. സ്റ്റേഷനിലെ CCTV പതിഞ്ഞ ദൃശ്യങ്ങൾ, അതും വലിയൊരു നിയമപോരാട്ടം നടത്തിയതിനു ശേഷം കിട്ടിയ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ഇത്തരത്തിൽ പുറത്തു വരുന്നത് സംസ്ഥാനത്ത് തന്നെ അപൂർവ സംഭവങ്ങളിൽ ഒന്നായിട്ടാണ് കരുതപ്പെടുന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ പോലീസ് ആവണം ശ്രമിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഏറെ നിയമപോരാട്ടം നടത്തി ജനാവകാശ കമ്മീഷനൊക്കെ തന്നെ സമീപിച്ചതിന് ശേഷമാണ് സുജിത്തിനെ ഇത്തരത്തിൽ ഈ ദൃശ്യം നേടാനായത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. പക്ഷേ ഈ ദൃശ്യത്തിൽ നമ്മൾ കണ്ടതിലധികം മർദ്ദനം ഏറ്റിട്ടുണ്ടെന്ന് സുജിത്ത് പറയുമ്പോൾ അത് തന്നെയാണ് യാഥാർത്ഥ്യം. അത് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. CCTV ഇല്ലാത്ത സ്ഥലത്ത് വെച്ചും സുജിത്തിന് വലിയ രീതിയിൽ മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാവുന്നത്. എന്തായാലും കോൺഗ്രസ് ഈ വിഷയം വലിയ രീതിയിൽ ഫോളോ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തൃശ്ശൂരിലെത്തുന്നുണ്ട്. അദ്ദേഹം സുജിത്തിനെ കാണും.